കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന പത്മജ വേണുഗോപാലിന് തിരുവനന്തപുരത്ത് വൻ സ്വീകരണം. ബി.ജെ.പി സംസ്ഥാന നേതൃത്വമാണ് ഡൽഹിയിൽ നിന്നെത്തിയ പത്മജയെ സ്വീകരിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കേന്ദ്രമന്ത്രി വി മുരളീധരനും അടക്കമുള്ള നേതാക്കളും നിരവധി പ്രവർത്തകരും പത്മജയെ സ്വീകരിക്കാനെത്തി. കോൺഗ്രസിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് പത്മജ. പാർട്ടിയിൽ ശക്തനായ നേതാവില്ല എന്നും പരാതികൾ കേൾക്കാൻ പോലും നേതാക്കൾക്ക് സമയമില്ല എന്നും പത്മജ വിമർശിച്ചു. കോൺഗ്രസ് നേതാക്കൾ കുറച്ചു കഴിഞ്ഞാൽ ബി.ജെ.പിയിലേക്ക് വന്നോളുമെന്നും പത്മജ പരിഹസിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടിയിലേക്ക് കടക്കാനാണ് പത്മജയുടെ തീരുമാനം. സുനിഷ എല്ലൂർ വിവരങ്ങളുമായി. സുനിഷ, ഇന്നലെ പറഞ്ഞതിൽ നിന്നും കൂടുതലായി എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പത്മജ മാധ്യമങ്ങളോട് സംസാരിച്ചത്? തന്നെ അവഗണിച്ച നേതാക്കളുടെ പേരെടുത്ത് പറയുന്നുണ്ടോ? അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രതികരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. അപ്പോൾ കേസ് കൊടുക്കുമെന്ന് പറയുന്നത് ഏത് കാര്യത്തിലാണ്? സ്മൃതി, കെ കരുണാകരനും മാരാർജിയും ബന്ധുക്കളാണ് എന്ന് പറഞ്ഞായിരുന്നു പത്മജ വേണുഗോപാൽ വാർത്താസമ്മേളനം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഭവനിൽ നിന്നും ഈ മാരാർജി ഭവനിലേക്കുള്ള യാത്ര അത്തരം ഒരു വ്യത്യാസപ്പെടേണ്ട കാര്യമില്ല. ഒരു കുടുംബ വീട്ടിൽ നിന്നും മറ്റൊരു കുടുംബ വീട്ടിലേക്ക് പോകുന്നു എന്ന് കരുതിയാൽ മതി എന്നതായിരുന്നു. പറഞ്ഞതുപോലെ ഇന്നലെ ഈ പാർട്ടിയിലേക്ക് മാറിയതിനു ശേഷം പത്മജ പറഞ്ഞത് മോദിയും ആ നേതൃത്വവും ഒക്കെ തന്നെയാണ് തന്നെ പാർട്ടി മാറാൻ പ്രേരിപ്പിച്ചത്, ഈ അത്തരത്തിലൊരു പ്രേരണ ഉണ്ടാക്കിയത് എന്നായിരുന്നു. പക്ഷേ ഈ കോൺഗ്രസിൽ കൃത്യമായി ശക്തനായ ഒരു നേതാവില്ലാത്തതിന്റെ പ്രശ്നം തന്നെയാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താൻ പലപ്പോഴും ഈ പല സാഹചര്യങ്ങളിലും സോണിയാഗാന്ധിയോട് സംസാരിക്കാൻ അവർക്ക് നേരമില്ല, രാഹുൽ ഗാന്ധിക്ക് നേരമില്ല, അങ്ങനെ ഒരു കൃത്യമായ ഒരു ശക്തനായ നേതാവ് കോൺഗ്രസിലില്ല. തന്നെ പലപ്പോഴും പല നേതാക്കളും തന്നെ തഴയാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നതാണ്. തൻ്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും തനിക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. തൻ്റെ തോൽവിക്ക് കാരണക്കാരനായ ഒരു നേതാവിനെയാണ് അവിടെ മണ്ഡലം പ്രസിഡന്റ് ആക്കിയത്. അപ്പോഴും താൻ KPCCയിൽ പോയി പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷം മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അന്ന് പല സാഹചര്യങ്ങളും മാറാൻ അനുവദിച്ചില്ല എന്നതൊക്കെ തന്നെയാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കൃത്യമായി തന്നെ ഇവർക്കെതിരെ ശക്തമായ ഒരു വിമർശനം തന്നെ, അതായത് പലപ്പോഴും ഈ കോൺഗ്രസ് പാർട്ടി വിട്ടു പോകുന്നവരെ, ഈ പാർട്ടി വിട്ട് പലരും പോകുന്നുണ്ടെങ്കിൽ പോലും താൻ ഇപ്പോൾ പോയ അത്ര അസഹിഷ്ണുത മറ്റ് ഈ കോൺഗ്രസ്സുകാർ ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടില്ല എന്നതാണ്. എത്രയോ പേർ പാർട്ടി വിട്ടു പോയിട്ടും ഇത്രയേറെ കോൺഗ്രസ്സുകാർക്ക് കൊണ്ടിട്ടില്ല എന്നത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്നെ തൃശ്ശൂരിൽ നിന്ന് ഓടിക്കണമെന്ന ഒരു കൂട്ടം ആഗ്രഹിച്ചിരുന്നു. താനിപ്പോൾ ഈ BJPയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും താൻ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇനിയും നേതാക്കന്മാർ BJPയിലേക്ക് വരുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് പത്മജ പറയുന്നത്. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഈ പിതൃത്വവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ കരുണാകരൻ, അതായത് പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ മതേതരത്വ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന കരുണാകരന്റെ മകളാണ് എന്ന് പറയാൻ പത്മജയ്ക്ക് ഇനി കഴിയില്ല എന്നൊരു പ്രയോഗം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരുന്നു. അതേസമയം തന്നെ ഇന്നും അദ്ദേഹം അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അതിനുള്ള ഒരു മറുപടി എന്നോണമാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ വന്നതോടെ ചില സംസ്കാരങ്ങൾ ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുകയാണ്. തൻ്റെ അമ്മയെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അപമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് പത്മജ പറയുന്നത്. രാഹുൽ TV-യിലിരുന്ന നേതാവായ ഒരാളാണ്. എങ്ങനെയാണ് രാഹുൽ ജയിലിൽ കിടന്നത്, അതിന് പിന്നിലെ കഥകൾ എന്താണെന്നൊക്കെ അറിയാമെന്നുള്ളത് കഴിഞ്ഞ ദിവസം അടക്കം പറഞ്ഞതാണ്. അത് തന്നെയാണ് പറഞ്ഞത്. മറ്റൊരു കാര്യം, കെ മുരളീധരനെതിരെയും രൂക്ഷമായ രീതിയിൽ തന്നെ ഇന്ന് വിമർശിക്കുകയുണ്ടായി. തന്നെക്കുറിച്ച് എല്ലാം അറിയുന്ന ഒരാളായിരുന്നു. തൻ്റെ അനിയനാണെങ്കിൽ അടിക്കാമായിരുന്നു, പക്ഷേ തൻ്റെ ചേട്ടനായതുകൊണ്ട് തന്നെ തന്നെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരാളാണ് ഇത്തരത്തിൽ വർക്ക് ഫ്രം ഹോം എന്ന പ്രയോഗമൊക്കെ നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. സുനിഷ, അതിരൂക്ഷമായ പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പത്മജ ഇന്നും നടത്തിയിരിക്കുന്നത്.